പച്ചപ്പുൽ മൈതാനങ്ങളിൽ ചോരയും നീരും ചീന്തിപ്പൊരുതുന്ന ഏതൊരു ഫുട്ബോളറുടെയും പരമാവധി ലക്ഷ്യം വിശ്വകിരീടത്തിൽ ഒരു തവണയെങ്കിലും മുത്തമിടുക എന്നതാണ്. ലോക കിരീട സ്വപ്നത്തിനായി കഠിന പ്രയത്നം നടത്തി പകുതി വഴിയിൽ പ്രായത്തിന്റെ റെഡ് കാർഡ് കിട്ടി പുറത്താകുന്നവരാണ് ഏറെയും. 35-നപ്പുറം ലോകകപ്പ് മൈതാനങ്ങളിൽ ഇടം പിടിച്ചവർ വിരളിൽ എണ്ണാവുന്നവർ മാത്രം. 40-നപ്പുറം വിശ്വകിരീട പോരിനിറങ്ങിയവർ ഇല്ല തന്നെ. തെക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ അറ്റ്ലാന്റിക് തീരത്തെ ഫുട്ബോൾ മൈതാനങ്ങൾക്ക് പുറത്ത് ദാരിദ്ര്യം കാരണം ജനനം പോലും അനിശ്ചിതത്തിലായിരുന്ന ഒരാൾ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് 41-ാം വയസ്സിൽ ലോകകപ്പ് വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഭ്രൂണാവസ്ഥയിൽ മരണത്തെ പൊരുതിത്തോൽപ്പിച്ച അയാൾ കനകസിംഹാസനങ്ങളും കാലവും കീഴടക്കി കരുത്തുറ്റ പടിയാളികളുമായി അവസാന വേട്ടയ്ക്കിറങ്ങുന്നു. ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ റോണോ റോണോ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ചുവന്ന ചെകുത്താന്മാരെ വരവേൽക്കുന്നു. ഈ ലോകകപ്പിൽ കിരീടമുയർത്താനുള്ള നിശ്ചയദാർഢ്യവുമായി അവർ വരുന്നു. ടീം പോർച്ചുഗൽ. കിരീടദാഹത്തിന്റെ കനലെരിയുന്ന കണ്ണുകളുമായി ഫോമിന്റെ ഉച്ചസ്ഥായിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ ഇക്കുറി ബൂട്ടണിയുന്നത്. 8ാമതൊരു ലോകാത്ഭുതമെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കിരീടം അയാൾക്ക് അനിവാര്യം. ലോകകപ്പ് നോക്കൌട്ടുകളിൽ ഇതുവരെ ഗോൾ നേടിയിട്ടില്ലെന്ന വിമർശകരുടെ വായടിപ്പിക്കാനുള്ള അവസാന അവസരം. കണക്കുകൾ തീർക്കാൻ 3.5 പതിറ്റാണ്ട് നീണ്ട അനുഭവ സമ്പത്തും പ്രായത്തെ വേഗം കൊണ്ട് തകർത്ത കരുത്തുമായാണ് CR7 എത്തുന്നത്. റൊണാൾഡോയെ കേവലം ഒരു ഐക്കൺ ആയിട്ടല്ല, ടീമിനെ ജയിപ്പിക്കാൻ പോന്ന മാരക സ്ട്രൈക്കറായിട്ടാണ് പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ് കാണുന്നത്. മാർട്ടിനസിന്റെ പ്രിയപ്പെട്ട 4-3-3 അല്ലെങ്കിൽ 4-2-3-1 ഫോർമേഷനിലായിരിക്കും പോർച്ചുഗൽ ഇത്തവണ അണിനിരക്കുക. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പോർച്ചുഗലിന്റെ പവർ ഹൗസ് മധ്യനിരയാണ്. പ്രീമിയർ ലീഗിലെ അസിസ്റ്റുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് തകർത്തെത്തുന്ന ബ്രൂണോ ഫെർണാണ്ടസ്, PSG വേണ്ടി ട്രിപ്പിൾ കിരീടം നേടിക്കൊടുത്ത വിറ്റീഞ്ഞ യാവോ നെവാസ് സഖ്യം, ഒപ്പം റൂബൻ നെവാസും ചേരുന്നതോടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് നിരയായി പോർച്ചുഗൽ മാറും. മധ്യനിരയിൽ പന്തെത്തിക്കാൻ ബെർണാഡോ സിൽവയും കൂടി എത്തുമ്പോൾ കളി തിരിയും. പോർച്ചുഗലിന്റെ സാധ്യത 11 നോക്കിയാൽ ലോകോത്തര താരനിര. ഗോൾ വില കാക്കാൻ 1-ാം നമ്പർ കീപ്പർ ഡീഗോ കോസ്റ്റ, പ്രതിരോധ കോട്ട കാക്കാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ റൂബൻ ഡയാസും യുവതാരം ഗോൺസാലോ ഇനാസിയോയും. വിങ്ങുകളിൽ മിന്നൽ വേഗതയുമായി ഡീഗോ ഡാലറ്റും നൂനോ മെൻഡിസും അണിനിരക്കും. മുന്നേറ്റ നിരയിലേക്ക് വന്നാൽ സെൻട്രൽ സ്ട്രൈക്കറായി ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയും വിങ്ങുകളിൽ റാഫേൽ ലിയാവോയോ, ഗോൺസാലോ റാമോസോ, യാവോ ഫെലിക്സോ അണിനിരക്കും. കളിക്കളത്തിൽ മാത്രമല്ല, പോർച്ചുഗലിന്റെ പകരക്കാരുടെ ബെഞ്ച് പോലും എതിരാളികളുടെ ഉറക്കം കെടുത്താൻ പോകുന്നതാണ്. സ്ട്രൈക്കർമാരായി ഫ്രാൻസിസ്കോ കോൺസൽസീവോവും പെഡ്രോ നെറ്റോ, ഫ്രാൻസിസ്കോ ട്രിൻസാവോ എന്നിവർ ബെഞ്ചിലുണ്ടാകും. മിഡ്ഫീൽഡിൽ കരുത്താകാൻ യാവോ പൽഹീഞ്ഞ, പ്രതിരോധത്തിൽ നെൽസൺ സെമേഡോയും റെനോട്ടോ വീഗും അടങ്ങുന്ന താരനിരയാണ് സബ്സ്റ്റിറ്റ്യൂട്ടുകളായി ഇറങ്ങാൻ കാത്തിരിക്കുന്നത്. വിങ്ങർമാരുടെ ഫോമില്ലായ്മയും വിശ്വസ്തനായ ഒരു ബാക്കപ്പ് ഗോൾ കീപ്പറുടെ കുറവും മാത്രമാണ് മാർട്ടിനസിന് മുന്നിലുള്ള ആശങ്ക. ജൂൺ 17-ന് കോങ്കോയ്ക്കെതിരെയാണ് പോർച്ചുഗലിന്റെ ആദ്യ മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയുമാണ് മറ്റ് എതിരാളികൾ. സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ബെഞ്ച് കരുത്തുകൊണ്ടും 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച പോർച്ചുഗീസ് ടീമാണ് ഇത്തവണ ലോകകപ്പിന് വണ്ടി കയറിയിട്ടുള്ളത്. കരിയറിന്റെ സായാഹ്നത്തിൽ നിൽക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ലോകകപ്പ് കരിയറിനെ പൂർണ്ണത വരുത്താനാകുമോ? റോബർട്ടോ മാർട്ടിനസിന്റെ തന്ത്രങ്ങളിൽ പറങ്കിപ്പട ഇത്തവണ വിശ്വകിരീടത്തിൽ മുത്തമിടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം.